राजनीति में सबसे बड़ी प्रॉब्लम पता है क्या होती है? क्या होती है? हाँ नहीं, नरेंद्र मोदी कोई बड़ी प्रॉब्लम नहीं। वो नहीं, मैं आपको बता रहा हूं, ये आपने अपने सिर पे चढ़ा रखा है, कोई प्रॉब्लम नहीं। ये जो मीडिया वाले हैं इन्होंने बना रखा है, इसका गुब्बारा बनाया, कोई प्रॉब्लम नहीं। അതെ, നരേന്ദ്രമോദി ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല കേട്ടോ. നരേന്ദ്രമോദി അല്ല ഇവിടുത്തെ പ്രോബ്ലം. നരേന്ദ്രമോദിനെ നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയ ആക്കി വെച്ചിട്ടുള്ള ഹൈപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ നാടിൻ്റെ രാജനീതിക്ക്, അതായത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് നമ്മൾ കാണേണ്ടത്. അത് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ആ കാര്യത്തിനോട് കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ ആ കാര്യം വെച്ചിട്ട് മറ്റു ചില വാർത്തകളോട് ഇന്ന് വന്നു. നമ്മുടെ നരേന്ദ്രമോദി 2021 മുതൽ 2025 വരെ 5 വർഷക്കാലത്തിൽ വേൾഡ് ടൂറിന് യൂസ് ചെയ്ത എമൗണ്ട് 350 കോടി. ഇതാട്ടോ ആ കണക്ക്. 350 കോടിയാണ് നമ്മുടെ നരേന്ദ്രമോദിജി സിൻസ് 2021 മുതൽ 25 വരെയുള്ള വിദേശ യാത്രകൾക്ക് യൂസ് ചെയ്തത്. നമ്മൾ മലയാളികൾ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് കുളങ്ങര ലോകം ചുറ്റിയതിനേക്കാളും 10 മടങ്ങ് നമ്മുടെ മോദിജി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ലോകം ചുറ്റി എന്നുള്ളത് കണക്ക്. ഇതൊക്കെ ഞാൻ ആരാ ചോദ്യം ചെയ്യും? ഞാൻ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് അല്ലേ? നമ്മളൊക്കെ ചോദ്യം ചെയ്യേണ്ടത്, നമ്മളൊക്കെ പൈസ കൊണ്ട് തന്നെയാണല്ലോ ചുറ്റുന്നത് അല്ലേ? ഈ പൈസ കൊണ്ടൊക്കെ നമ്മളെ ലോകം ചുറ്റി കറങ്ങി കണ്ടു വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം അത് ഗുണം ചെയ്തിട്ടുണ്ട്? നമ്മുടെ രാജ്യത്തോട്ട് എത്ര ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്? അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ 350 കോടിൻ്റെ മൊത്തത്തിലില്ലെങ്കിലും അത് സ്പെൻഡായ കുറച്ച് കണക്കുകളുണ്ട്. ഒരു 3-4 രാജ്യങ്ങൾ, നമ്മളിപ്പം ഏറ്റവും ഫോക്കസ് ചെയ്തിരിക്കുന്ന ചില രാജ്യങ്ങളില്ലേ, നമ്മുടെ മോദിജി പോകുമ്പോൾ നമ്മൾ അവിടെ ഒക്കെ വലിയ വലിയ പ്രോഗ്രാം വെച്ചിട്ട് മോദിജിനെ നമോ മോദിജി എന്നും പറഞ്ഞ് സ്വീകരിക്കുന്ന കുറേ രാജ്യങ്ങൾ അല്ലേ? ആ രാജ്യങ്ങളിൽ നമ്മുടെ നരേന്ദ്രമോദി പോയ സമയത്ത് സ്പെൻഡായിട്ടുള്ള കുറച്ച് പൈസേൻ്റെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ഫ്രാൻസിൽ നമ്മുടെ മോദിജി പോയപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വന്നത് 25,59,82,902 രൂപ. ഫ്രാൻസ് വിസിറ്റിന് മോദിജിയുടെ ചെലവ് 25,59,00,000. അത് കഴിഞ്ഞ് നമ്മുടെ മോദിജി പോയ മറ്റൊരു സ്ഥലം US, ഇടക്കിടക്ക് പോകുന്ന സ്ഥലം, മേരാ ഫ്രണ്ട് അല്ലേ, മോദിജിയുടെ ഫ്രണ്ടായിട്ടുള്ള ട്രംപ് അണ്ണൻ വാഴുന്ന സ്ഥലം. അവിടെ നമ്മുടെ മോദിജിയുടെ വിസിറ്റിന് ടോട്ടൽ വന്ന കോസ്റ്റ് 16,54,84,302 രൂപ. നമ്മുടെയും കൂടെ പൈസ കേട്ടോ, അത് ആലോചിക്കണം, നമ്മുടെ എല്ലാവരും പൈസയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെ നമ്മുടെ മോദിജി പോയിട്ടുള്ള മറ്റൊരു സ്ഥലം മൗറീഷ്യസിലെ എക്സ്പെൻഡിച്ചറിൻ്റെ കണക്ക് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല നമ്മുടെ കേന്ദ്ര സർക്കാർ. പക്ഷേ ആ എമൗണ്ട് ഏകദേശം ഉണ്ട്, 10-15 കോടിയോളം അങ്ങോട്ട് പോയിട്ട് ചിലവായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോദിജി പോയിട്ടുള്ള മറ്റൊരു സ്ഥലം, അടുത്ത് നമ്മുടെ മോദിജി പോയൊരു സ്ഥലമായിരുന്നു തായ്ലാൻഡ്. ഇതൊക്കെ ഞാൻ പറയുന്നത് കഴിഞ്ഞ 4 വർഷത്തിനിടക്കാട്ടോ. തായ്ലാൻഡിൽ ഒരുപാടും ചിലവായിട്ടില്ല. 4,92,81,203 രൂപ. പിന്നെ നമ്മുടെ മോദിജി മറ്റ് സ്ഥലത്ത് പോയ ഒരു കണക്ക് ശ്രീലങ്കയായിരുന്നു. ശ്രീലങ്കയിലേക്ക് പോയത് 4,46,21,690 രൂപ. ഇങ്ങനെ നമ്മുടെ മോദിജി പല രാജ്യങ്ങളിലായിട്ട് പോയിട്ട് കഴിഞ്ഞ 4 വർഷം കൊണ്ട് 350 കോടിയാണ് നമ്മുടെ മോദിജി നമ്മളൊക്കെ ടാക്സ് പൈസ പൊട്ടിച്ച് കളഞ്ഞത്. ഈ പൊടിയത്തിന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പല സംഘികളും നമ്മുടെ മിത്രങ്ങൾ വന്ന് പറയും, നമ്മുടെ നാട്ടിലോട്ട് അത്ര പ്രൊജക്റ്റുകൾ വന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന്, നമ്മളങ്ങ് നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ നമ്മുടെ മിത്രങ്ങൾ വന്ന് പറയും. മിത്രങ്ങൾക്ക് കണക്കെത്ര എന്നറിയോ? ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ടെന്നറിയോ? അതായത് നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 0.3 ബില്യൺ USD ആണ്. അതായത് നമ്മൾ ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് ഇത്രയും പൈസ ചിലവാക്കി പോയിട്ട് നമുക്ക് വന്ന ആകെ സം ഓഫ് ടോട്ടൽ ഈ 4 വർഷത്തിൽ $0.3 ബില്യൺ മാത്രമാണ്. ഈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ 4 വർഷത്തെടുത്ത് നോക്കുമ്പം മറ്റ് പല ഇയേഴ്സിലും, മറ്റ് കാലങ്ങളായിട്ടുള്ള ഇയേഴ്സിലെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണത്. അപ്പോൾ പിന്നെ നമ്മുടെ മോദിജി എന്തിനാണ് ഇവിടെ ഒക്കെ പോകുന്നത്? നമുക്കിവിടെ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടോ? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടോ? വളരെ കുറവേ നമുക്ക് വരുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ
എന്താ പറയുക, ഹമാസിനെ അല്ലെങ്കിൽ ഗസനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഖത്തർ, അതായത് നമ്മുടെ സംഖ്യകളുടെ കണക്കിൽ ഖത്തർ ഒരു ഭീകരാജ്യമായിട്ടുണ്ട്. എന്നിട്ടും ഖത്തറിൻ്റെ അമീർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം 10 മില്യൺ USD ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് പോയത്. ആ കണക്കൊക്കെ വേറെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ വന്നിട്ടുള്ളൂ. ഓൾ ടൈം ലോ ആണിത് കേട്ടോ. അത് എത്ര പേർക്ക് അറിയില്ല, അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പറയുന്നത്. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്കിങ്ങനെ പോയിട്ട് നമ്മുടെ മോദിജി ഇങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് എന്ത് കാര്യമാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ മോദിജിനോട് ചോദിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മിത്രങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ഇനി അത് പോട്ടെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയെന്നുള്ളത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലായി അല്ലേ. നമ്മളെ പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ ഇവിടെ വന്നിട്ട് 26 പേരെ കൊന്നുപോയി. അവരെ നമ്മൾ പിടിച്ചിട്ടില്ല. അത് പോട്ടെ, നമ്മൾ പിടിച്ചിട്ടില്ല. അവരെവിടെ പോയി? നമ്മളെ രാജ്യത്ത് വന്ന് ഇത്രയും പേരെ കൊന്ന് സുഖമായിട്ട് തിരിച്ച് അവരെവിടെ പോയി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എവിടെ അവർ സുഖമായിട്ട് ഒളിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് എത്ര രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നമ്മൾ മോദിജി പോയി വിസിറ്റ് ചെയ്തു പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യങ്ങൾ നമ്മളെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്തോ? അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളിൽ കൂടെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. ഈവൻ നമ്മുടെ സ്വന്തം ഫ്രണ്ടായിട്ടുള്ള അമേരിക്ക പോലും പറഞ്ഞിട്ടില്ല. അമേരിക്ക എന്താ പറഞ്ഞത്? ഞാൻ ട്രംപ് അണ്ണൻ വിചാരിച്ചുകൊണ്ട് യുദ്ധം നിർത്തി, ഇന്ത്യയുടെ 4-5 ഫൈറ്റർ ജെറ്റുകൾ തീർന്നു, കാഞ്ഞു പോയി എന്ന് പറഞ്ഞു. വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കി എന്ന് പറഞ്ഞാൽ അതുമില്ല. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കില്ല. മറ്റു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ആരുടെയും സപ്പോർട്ട് വരുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ രാജ്യങ്ങളെ ചുറ്റുന്നത്? അതൊരു ചോദ്യമല്ലേ, എന്തിനാണ് നമ്മൾ രാജ്യങ്ങളെ ചുറ്റുന്നത്? ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ G20 ഉച്ചകോടി കഴിഞ്ഞ വർഷം നമ്മൾ പൊട്ടിച്ച് നടത്തി, ഇവിടെ നമ്മളെ ഡൽഹിയിൽ നടത്തി അല്ലേ. അതിന് ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് നിനക്കറിയോ? ടോട്ടൽ വന്ന പൈസ 4,100 കോടി. 4,100 കോടിയാണ് നമ്മൾ G20ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയത്. ഡൽഹിയിൽ നമ്മൾ പൊടി പൊടിച്ചത്. എന്നിട്ട് ആ വന്ന രാജ്യങ്ങൾ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തോ? ഏതെങ്കിലും രീതിയിൽ യുദ്ധം വന്ന സമയത്തോ ബാക്കി ഏതെങ്കിലും രീതിയിൽ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പൈസ പൊടിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? 4 മോദിജിയുടെ പോസ്റ്റർ വെച്ചു പത്രങ്ങളിൽ, ബാക്കി ഡൽഹിയിലെ തെരുവുകളിലും മറ്റ് പല സംസ്ഥാനങ്ങളിലെ തെരുവുകളിലും മോദിജിയുടെ പോസ്റ്റർ വെച്ചു. നമ്മൾ നല്ലൊരു PR വർക്ക് അങ്ങോട്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ G20 ഉച്ചകോടിയോട് നമുക്ക് എന്ത് കിട്ടി? നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പം ഇതൊക്കെ ചെയ്യുന്നുണ്ട്, മോദിജി പോകുന്നുണ്ട്, വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് ഒക്കെ, നമുക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മൾ കൈമലർത്തി പോകുന്നത്. കാണിക്കാൻ നമ്മുടെ അടുത്ത് ഒന്നുമില്ലാന്ന്. അവരോടൊക്കെ പോയിട്ട് കഴുത്തു കൂടെ കെട്ടിപ്പിടിച്ചതും കൈ കൊടുത്തതും ഉമ്മ കൊടുത്തതും 4 കുശലം പറഞ്ഞതിൻ്റെയും ഈ ഫോട്ടോകോപ്പിയും ഫോട്ടോസും മാത്രമല്ലാണ്ട് വേറെ ഒരു സാധനം ഈ പോക്കിലോ വരവിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ മറ്റൊരു കാര്യം എടുക്കാം. നമ്മുടെ മോദിജി ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ പൊതുവേ പുള്ളി പത്രസമ്മേളനങ്ങളൊന്നും വിളിച്ചിട്ടില്ല. കഴിഞ്ഞ 11 വർഷമായിട്ട് ആ പരിപാടിയില്ല. ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രസ് കോൺഫറൻസുകളാണ്, വിളിച്ചിട്ടില്ല. പിന്നെ പാർലമെൻറ്റിൽ നമ്മളെ ചോദ്യം ചോദിക്കുക, പാർലമെൻറ്റിൽ പുള്ളി ശ്രദ്ധിക്കാറ് പോലില്ല, വരാറ് പോലില്ല. എപ്പോഴൊക്കെ നമ്മുടെ ലോക്സഭ മീറ്റിംഗ് ഉണ്ടോ, അത് സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും എപ്പൊക്കെ ലോക്സഭ സെഷൻസിലാകുമ്പോൾ പുള്ളി ടൂറിലായിരിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുമില്ല. ചോദ്യം ചോദിക്കാതെ എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള 4 രാഹുൽ ഗാന്ധിനെ കുറ്റം പറഞ്ഞ് പുള്ളി അങ്ങ് പോകാന്നല്ലാണ്ട് പുള്ളി ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനിരിക്കാറുമില്ല, ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാറുമില്ല. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ അടിക്കുന്നുള്ള വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി ആ പരിപാടിക്ക് വരാറില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ 11 വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കി. സ്വച്ഛ് ഭാരത്, ബേട്ടി പഠാവോ, എന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സ്വച്ഛ് ഭാരത്, അത് ഇതെന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി അല്ലേ. എന്നിട്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താ? ഒക്കെ പോട്ടെ, നമ്മുടെ മോദിജിയുടെ മറ്റൊരു PR വർക്കായി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മറ്റേ മോദിജി സെൽഫി പോയിന്റുകൾ വെച്ച് അല്ലേ. ഇങ്ങനെ PR വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 2019 മുതൽ 20, അതായത് 2019 മുതൽ 24 വരെ 5 വർഷം 6 വർഷത്തിൽ നമ്മുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് PR വേണ്ടി ചിലവാക്കിയ പൈസ എന്ന് പറഞ്ഞത് 967.46 കോടി, ഏകദേശം 1000 കോടിയാണ് PR-ന് നമ്മുടെ ഗവൺമെൻറ് ചിലവാക്കിയ പൈസ. അപ്പോൾ ഈ PR ചിലവാക്കിയിട്ട് എന്ത് നടന്നു? നമുക്ക് വല്ലതും കിട്ടിയില്ല. ആർക്ക് കിട്ടി? മോദിജിക്ക് ഹൈപ്പ് കിട്ടി.
പല രീതിയിലുള്ള പല കള്ളക്കടത്തുകളും നമ്മൾ ഒളിപ്പിച്ച് വെച്ച് മോദിജി വീണ്ടും നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നു. അങ്ങനെ നമ്മളങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം പറഞ്ഞു, പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു ഓപ്പറേഷൻ സിന്ദൂരിന്. അതിനൊന്നും നമ്മുടെ മോദിജി ഉത്തരം പറഞ്ഞിട്ടില്ല. കാരണം പാർലമെൻറ്റ് സെഷൻ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കൂടുന്നത്. മോദിജി സമയത്ത് UK-യിലും മൗറീഷ്യസിലും അല്ലെങ്കിൽ ബാലിയിലും മാലിയിലും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോദിജി. അപ്പം ഇങ്ങനെ നമ്മളങ്ങ് പൈസ ചിലവാക്കുകയാണ്. ഈ സെൽഫി പോയിന്റിനൊക്കെ നമ്മൾ എത്ര പൈസ ചിലവാക്കി തരാം മോദിജി? ഈ നമ്മുടെ എയർപോർട്ടിലല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നതിന് അതിനൊരു കണക്ക് വന്നിട്ടുണ്ട്. കണക്ക് ഇങ്ങനെയുള്ളത്, അതായത് ദ സെൻട്രൽ ഈ സ്പെൻഡിങ് അപ് ടു 6.25 lakhs ഓൺ എവ്രി 3D സെൽഫി ബൂത്ത്. അതായത് 6.25 lakhs ആണ് ഓരോ സിംഗിൾ 3D. അതായത് മോദിജി ഇങ്ങനെ ചിരിച്ചു നിൽക്കും, അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നല്ല നല്ല സ്റ്റാച്ചു കാര്യങ്ങൾ വെച്ച് അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് സെൽഫി വിത്ത് മോദിജി. അതിൻ്റെ ഒരു കൗണ്ടറിനാണ് 6.25 lakhs വരുന്നത്. ഇനി അതിന് പകരം ചെറിയ ഇങ്ങനെ ഫ്രെയിമുകൾ കണ്ടിട്ടുണ്ടോ അല്ലെ? നിങ്ങൾ പല സ്ഥലത്തും ചില ഫ്രെയിമുകൾ വരും, മോദിജിയുടെ ഫോട്ടോ ഉണ്ടാവും ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് നമുക്ക് തല ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. നമ്മൾ ചിരിച്ചോണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഫ്രെയിമിന് നമ്മുടെ കേന്ദ്ര സർക്കാർ ചിലവാക്കിയത് 1.25 lakhs ആണ്. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ അത് ചിലവാക്കിയത്. അങ്ങനെ എത്ര പൈസ നമ്മൾ പൊടിച്ചു കളഞ്ഞു. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് പോരാത്തതിന് നമ്മൾ എന്ത് പറയും, ഭാരത് കാ കവച് എന്നും പറഞ്ഞിട്ട് മറ്റൊരു PR. മോദിജിയുടെ ഫോട്ടോ, മോദി തിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ, 2 റെയിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന 2 ട്രെയിൻ ഇങ്ങനെ വരുന്ന ഫോട്ടോ. അതുകൊണ്ടും തീരുന്നില്ല. പിന്നെ നമ്മൾ ബേട്ടി പച്ചാവോ ബേട്ടി പഠാവോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. ഈ പറഞ്ഞ ഇത് നമ്മൾ കൊണ്ടുവന്ന മാത്രമല്ല, ഇതിന് നമ്മളെ ബഡ്ജറ്റിൽ നീക്കി വെച്ച ടോട്ടൽ എമൗണ്ടിൻ്റെ 63.3% ഇതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കി. ഈ പരസ്യം എങ്ങനെയാണ്? മോദിജിയുടെ പോസ്റ്റർ, മോദിജി നിൽക്കുന്നു, മോദിജിയുടെ തല, വാല്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക് മാത്രമുള്ള കുറേ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ താഴത്ത് ബേട്ടി പച്ചാവോ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ. എന്നിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും കിട്ടിയോ? നമ്മുടെ നാട്ടിലെ റേപ്പുകൾ കുറഞ്ഞു? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ള കക്കൂസിൻ്റെ എണ്ണം കൂടിയോ? നമ്മുടെ നാട്ടിലെ ആളുകൾ, നമ്മുടെ അത്ലറ്റ്സിനെ, നമ്മുടെ ചാമ്പ്യന്മാരെ റേപ്പ് ചെയ്യുന്നു. അതിന് നമ്മുടെ കായിക മന്ത്രി വരെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ കേസ് ഇപ്പോഴും പോകുന്നു. കേസ് 3-3 വർഷമായി എവിടെയും ഒരു തുമ്പ് എത്തിയിട്ടില്ല. പുള്ളിനെ പുറത്തുനിന്ന് പുള്ളിൻ്റെ മകൻ തിരിച്ചു കയറുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പോകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ മോദിജിയുടെ ഭരണ സംവിധാനങ്ങൾ. ഇതുകൊണ്ട് നമ്മൾ തീർന്നു ഇല്ല. നമ്മളിതിങ്ങനെ മോദിജിനെ ഇങ്ങനെ പൊക്കി നടന്നിട്ട് നമ്മളിങ്ങനെ സംഭവമാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ റേപ്പ് ചെയ്തവനെ മാലയിട്ട് സ്വീകരിക്കുന്ന BJP നേതാക്കളെയും BJP MLA-മാരെയും നമ്മൾ കണ്ടു. റേപ്പ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും പരോളുകൾ കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ പല റേപ്പിസ്റ്റുകളെയും ഇപ്പോഴും തുറന്നു വിട്ട് നമ്മളിങ്ങനെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പൈസയും കാര്യങ്ങളും ചിലവാക്കി നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഫേക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ 4-ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞത് എന്തിന്? നമ്മുടെ നാട്ടിലെ ഒരു 42% പണക്കാർക്ക് നമ്മുടെ ടോട്ടൽ സമ്പത്തിൻ്റെ 50% പോകുന്ന GDP ആണ് നമ്മുടേത്. ഈ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ, പണക്കാരനെന്നും അതിൻ്റെ ഡബിൾ ആയിട്ട് പണം കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ GDP. ഈ ബേസിക്സ് പോലും അറിയാത്ത മിത്രങ്ങളാണ് ഇപ്പോഴും അത് പിടിച്ചിട്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ രാജ്യം 4-ാം സ്ഥാനത്തെത്തി എന്നും പറഞ്ഞിട്ട് പുളകം കൊള്ളുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മിത്രങ്ങൾ പട്ടിണിയായിരിക്കും. ഇവിടെ ഓൻ കണ്ട ഗോദി മീഡിയയിലും അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കിട്ടുന്ന ഇങ്ങനത്തെ ന്യൂസുകൾ കണ്ടിട്ട് മനസ്സിൽ പുളകം കൊണ്ടങ്ങ് ജീവിക്കും. അന്ന് രാത്രി അവൻ പട്ടിണിയായി കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ പട്ടിണിയായി കിടക്കുകയായിരിക്കും, കഷ്ടപ്പെട്ട് ജോലിയും കൂലിയില്ലാണ്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ GDP എവിടെ പോയി? അത് നമ്മുടെ നാട്ടിലെ 2% പണക്കാരുടെ കയ്യിലോട്ട് പോയി. അദാനിൻ്റെയും അംബാനിൻ്റെയും മറ്റ് നമ്മുടെ ഇലക്ട്രോൾ ബോണ്ട് കൊടുത്തിട്ടുള്ള മറ്റ് വലിയ പണക്കാരുടെ കയ്യിലോട്ടും ഒക്കെ അങ്ങോട്ട് പോയി. ബാക്കിലോട്ടൊന്നും പോകുന്നില്ല. ഇങ്ങനത്തെ ചില ബൂമുകളാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണിക്കുന്നത് മോദിജി നമ്മൾ ഈ പറഞ്ഞ പോലെ 10-100 രാജ്യങ്ങൾ കറങ്ങിയിട്ടുള്ള അവിടുത്തെ രാജ്യ തലവന്മാരെടുത്ത് പോയിട്ട് കൈ ഷെയ്ക്കാൻഡ് കൊടുത്തുന്ന ഫോട്ടോസ്, അവിടുന്ന് വാരിക്കൂട്ടി വരുന്ന മാലകളും അവിടുത്തെ വാരിക്കൂട്ടി കിട്ടുന്ന ഉപകാരങ്ങളും ബഹുമതികളും. ഇതുകൊണ്ട് രാജ്യത്താർക്കെങ്കിലും എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒരു മെച്ചമില്ല. ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് നമ്മളെ രാജ്യത്തിലെ ആൾക്കാർ ഇപ്പോഴും രാഹുൽ ഗാന്ധി തുടക്കത്തിൽ പറഞ്ഞ പോലെ മോദിയല്ല നമ്മുടെ നാട്ടിലെ പ്രശ്നം, മോദിക്ക് ചെയ്യുന്ന PR ആണ് പ്രശ്നം.
മോദിനെ PR വെച്ച് ഹൈപ്പ് കാണിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് മോദി നാടിൻ്റെ പ്രശ്നമല്ല. ആ PR ടീം ആരാന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രാജ്യം ചുറ്റാൻ 350 കോടിയും PR-ന് 990 കോടിയും ഇങ്ങനെ പോകുന്നു നമ്മുടെ നാട്ടിലെ കണക്ക്, എക്സ്പെൻഡിച്ചർ, നമ്മൾ ചിലവാക്കുന്ന പൈസ, ഗവൺമെൻറ് ചിലവാക്കുന്ന പൈസ. അതിന് തിരിച്ചെന്ത് കിട്ടിയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റോ അതല്ലെങ്കിൽ പ്രൊജക്റ്റുകളോ മറ്റ് നയതന്ത്ര ബന്ധങ്ങളോ ഒന്നും നമുക്ക് കാണിക്കാൻ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇവരാരും അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ BJP ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റാണോ? തെറ്റാണെങ്കിൽ തിരുത്താം. അതല്ല, ഇനിയും പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ പറയണം. നമ്മൾ ഇങ്ങനത്തെ ചില വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്താലേ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കണം താല്പര്യമുള്ള, അല്ലെങ്കിൽ നാട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം കമൻറ്റുകളും ലൈക്കുകളും ചെയ്യണം. നിങ്ങളുടെ ഡിസ്കഷൻസ് എത്രത്തോളം പോകുന്നുണ്ട് നമുക്ക് നോക്കണം. അപ്പോഴേ നമ്മുടെ ചാനലും വളരുള്ളൂ. ഈ ചാനൽ വളർന്നാൽ മറ്റുള്ള ആളുകളുടെ അടുത്തോട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തുന്നു. സത്യമല്ല ഞാൻ പറഞ്ഞത്?